രേണു സുധിയുടെ വിവാദം കുറേ പേരെടുത്ത് വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്തൊരു നിയമവശം പറയണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ കുറേ നിയമവശങ്ങളുമായിട്ട് നടക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഇതുപോലുള്ള ഡീഫമേഷൻ കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഒരു ഇൻഫർമേഷൻ തരണമെന്ന് തോന്നി ചെയ്യുന്ന വീഡിയോ ആണ്. ഫസ്റ്റ് തിങ് ഞാൻ പറയാം, എനിക്ക് രേണു സുധിയെ തീരെ ഇഷ്ടമില്ല. അതിന് കാരണം അതിൻ്റെ പേഴ്സണൽ ചോയ്സാണ്. എനിക്കൊരാളെ ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനുമുള്ള റൈറ്റ്സ് ഉണ്ടല്ലോ. മെയിൻ കാരണം ഒരു വ്യക്തിയെ ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിൽ, അതായത് സൊസൈറ്റിയിൽ കൊടുക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, സ്ത്രീ എങ്ങനെ ആകരുത് എന്നുള്ളതിൻ്റെ തെളിവാണ് ഏകദേശം രേണു സുധി എന്ന് ഞാൻ പറയും. മുൻപൊരു വിവാഹം കഴിച്ചു, അത് പിരിഞ്ഞു പോയി. രണ്ടാമത്തെ വിവാഹമാണ് സുധിയുമായിട്ടുള്ളത്. അപ്പോൾ രേണുവിന് തന്നെ അറിയാം ഞാൻ രണ്ടാം വിവാഹിതയാണ് എന്ന്. അത് സൊസൈറ്റിയിൽ ഒരു വലിയ മോശപ്പെട്ട ഇമ്പാക്റ്റ് ഒന്നും കൊടുക്കുന്നില്ല. ഒരുപാട് പേര് 2-3 കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികം തന്നെയാണ്, ജീവിതത്തിൽ നടക്കുന്നതൊക്കെ തന്നെയാണ്. രേണുവിന് ഇനിയും വിവാഹം കഴിക്കാം, ഒരു കുഴപ്പവുമില്ല. പക്ഷേ സുധിയെ വിറ്റ് തിന്നുന്നത് നിർത്തുക എന്നുള്ളതാണ്. തനിക്കൊരു ജോലി കിട്ടുന്നതിലാണ് ആളുകൾക്ക് അസൂയ, താൻ വിധവയായതാണ് കുഴപ്പം. ഇങ്ങനെ തുടങ്ങി ഏകദേശം സുധി മരിച്ച സമയം തൊട്ട് തന്നെ രേണു ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. 2 വർഷത്തോളം ആയില്ലേ സ്ത്രീയെ, മതിയായിക്കൂടെ? ബോറടിക്കുന്നില്ല ഞങ്ങൾക്ക് ബോറടിക്കുന്നത്. എനിവേ, ഇവരവിടെ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. പറയൂ. അത് തെറ്റല്ലെന്നാണ് അവർ പറഞ്ഞ ഉദ്യോഗസ്ഥർ പറഞ്ഞ തെറ്റല്ലെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് അറിയത്തില്ല. സംസാരിച്ചിട്ടില്ല. ആ ഒരു വാക്കാണ് നമ്മൾ ജനമൈത്രി എന്ന് പറയുന്ന ഇടത്തൊന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്താണ് ചങ്ങനാശ്ശേരി എനിക്ക് ദേഷ്യപ്പെട്ട് ഞങ്ങൾ അത് എന്തുകൊണ്ടാണ് എനിക്ക് അറിയത്തില്ല. എന്താണ് സംഭവം? ഞങ്ങൾ പരാതിക്കാരാണ്, പക്ഷെ ഞങ്ങൾ ദേഷ്യപ്പെട്ട എന്തിനാണെന്ന് അറിയത്തില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്, എന്താണ് ഞങ്ങൾ ദേഷ്യപ്പെട്ടത്? അത് ഇത് കണ്ടിട്ടൊന്നുമല്ല രേണു സുധി കാര്യം. ഞാൻ നമുക്കൊരു നിയമത്തിന് നമ്മൾ എന്താ പറയാ ബഹുമാനിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പോയത്. നമ്മൾ അവിടെ പരാതി കൊടുത്തു. അപ്പൊ നമ്മുടെ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ പെണ്ണുങ്ങളാണ്. ഒരു എന്താ ജോസ് എന്ത് ദേഷ്യപ്പെടുവാണ്, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുവാണ്. എന്താ കാരണം ഞങ്ങൾക്ക് അറിയത്തില്ല. അതും ഞാൻ പൊക്കിയെടുത്ത് പറയുന്നത് ഞങ്ങളുടെ പരാതിക്കാരും അല്ലേ. ഞങ്ങൾക്ക് നീതി വേണ്ട. പിന്നെ ഞങ്ങൾക്ക് നീതി വേണ്ടെന്ന് ചോദിക്കുന്നു. പിന്നെ വക്കീലിൻ്റെ കാര്യം പറയുന്നുണ്ട്, അത് നമ്മൾ എടുക്കുന്നില്ല. കാരണം വക്കീലിൻ്റെ കേസ് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. വക്കീലന്മാർക്ക് ബോധമില്ല, അതുകൊണ്ടാണ് കൃത്യമായി പറഞ്ഞു കൊടുക്കാതിരുന്നത്. ഇങ്ങനെ തകരാറ് നിൽക്കുന്ന പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസയും കൂടെ അടിച്ചു മാറ്റാം എന്നുള്ള പ്രതീക്ഷയായിരിക്കും വക്കീലിനുള്ളത്. വിഷയം പറയട്ടെ, ഒരു കാര്യം. ഇപ്പം എന്നെ പറ്റി ഒരു യൂട്യൂബർ എടുത്തു വെച്ച് മോശം പറയുകയാണ്. സപ്പോസ് ഇപ്പം ഞാനൊരു തട്ടിപ്പുകാരിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെതിരെ കേസ് കൊടുക്കുമ്പോൾ ഞാൻ തട്ടിപ്പുകാരിയാണെന്നുള്ളൊരു തെളിവ് അപ്പുറത്ത് അവരുള്ളവർ കൊണ്ടുവന്ന് ഹാജരാക്കിയില്ലെങ്കിൽ ആ കേസ് നിലനിൽക്കും. എനിക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും. മാത്രമല്ല മാനനഷ്ടത്തിന് കേസ് വരും, പൈസ അടയ്ക്കേണ്ടി വരും, കോടതി പൈസ കെട്ടിവെക്കേണ്ടി വരും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. തട്ടിപ്പ് കേസ് എന്ന് അവർ പറയുമ്പോൾ എൻ്റെ പേർക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അവർക്ക് പറയാം. ഈ കേസിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയാം. അതുകൊണ്ടാണ് ഞാനൊരു തട്ടിപ്പുകാരിയെക്കുറിച്ച് പറഞ്ഞപ്പം എനിക്കെതിരെ കേസെടുക്കാതിരുന്നത്. കാരണം ഞാൻ തെളിവ് വെച്ചാണ് പറഞ്ഞത്. തെളിവ് വെച്ച് പറയുന്നിടത്ത് ഒന്നും ചെയ്യാനൊക്കത്തില്ല എന്നുള്ളതാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയണം. അതാണ് ഞങ്ങൾ കണ്ട കാര്യമല്ലേ പറയുന്നത്. കണ്ട കാര്യം പറയാനുള്ള അധികാരമുണ്ട്, ഞങ്ങൾക്കത് അംഗീകരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ സുധി പറയണേ എനിക്ക് നീതി വേണ്ട. നിനക്ക് എന്ത് നീതിയാണ് വേണ്ടത്? നിൻ്റെ ഭർത്താവ് മരണപ്പെട്ടു. ഭർത്താവിന് ആദ്യം 2 വിവാഹങ്ങളുണ്ട്, 2 വിവാഹം 1 സെറ്റപ്പ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യം പലരും മറച്ചു വെച്ചു. കാരണം കുട്ടികളെയും കൊണ്ട് അന്തോം തെറ്റി നിൽക്കുന്ന നീ രക്ഷപ്പെടട്ടെ എന്നായിരുന്നു എല്ലാവരുടെയും വിചാരം. നിനക്ക് വീട് വെച്ച് കിട്ടി, നിനക്ക് അവസരങ്ങൾ കിട്ടി, നീ ആർഭാടം കാണിക്കുന്നു, മൃതാദിക്കുന്നു ഒക്കെ ചെയ്യുന്ന ഞങ്ങളൊക്കെ കണ്ടുകൊണ്ട് മിണ്ടാതിരുന്നു. നീ എന്തിനാണ് ആ അച്ചുവിൻ്റെ അമ്മയെ വൃത്തികേട് പറഞ്ഞത്? അവരിറങ്ങിപ്പോയതാണ്, അവരങ്ങനെയാണ്, അവർ തമ്മിലുള്ള പ്രശ്നം പറയാൻ സുധി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് ഇല്ലല്ലോ. അപ്പോൾ എന്തിന് നീ അത് പറഞ്ഞു? സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആൾക്കാർക്ക് ചൊറിയും. അവരെന്ത് ചെയ്യും? ഇപ്പുറത്തുള്ളവരെ അറേഞ്ച് ചെയ്യും. അപ്പോൾ അതുലിനെ അറേഞ്ച് ചെയ്തതാണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഞാൻ പറയുന്നതല്ല. പക്ഷെ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാൻ അതാണ് എടുത്തത്, എന്നോട് ആരും പറഞ്ഞതല്ല. എനിക്ക് സങ്കടം തോന്നിയത് ആ ഒരു വിഷയത്തിലാണ്. കാരണം കുറേ കാലം മുമ്പ് ഈ രേണു സുധിയുടെ രണ്ടാമത് കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ എന്നെ ബന്ധപ്പെട്ടിരുന്നു. അവരെന്നോട് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എടുക്കാതിരുന്നതാണ്, കാരണം ജീവിച്ചു പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അതിൽ സത്യമുണ്ട്. ആ സ്ത്രീ പറഞ്ഞത് കറക്റ്റാണ്. കള്ള് കുടിച്ച് അറുമാഴ്ച നടക്കുന്ന ഒരുത്തൻ്റെ കൂടെ എത്ര കാലം ജീവിക്കും? അത് തന്നെയാണ് ആദ്യത്തെ ഭാര്യ പോകാനുള്ള കാരണം. ഇനി രേണുവിന് അത് താല്പര്യമുണ്ടെന്ന്, രേണു കള്ളു കുടിച്ചെത്തിയ അവൾ കള്ളു കുടിച്ച് കിടക്കുന്നോളാം, അവൾക്ക് അവൻ ഓക്കെ ആയിരുന്നിരിക്കാം. അതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കള്ളുകുടിയുടെ ഫോട്ടോ വീഡിയോ എടുത്തിട്ടത്. അപ്പോൾ കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് കള്ളുകുടിയന്മാരെ ഇഷ്ടപ്പെടും, അതല്ലാത്ത പെണ്ണുങ്ങൾ കളഞ്ഞിട്ട് പോകും. അതാണ് സത്യം. അത് നീ തുറന്ന് പറയണം. അപ്പോൾ ആ പ്രശ്നം തീരും. പിന്നെ രണ്ടാമത് നിൻ്റെ വിവാഹം. നീ ആരെ കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നീ അങ്ങനെ കന്യകയായിട്ട് അയാളോട് വന്ന് കയറിയതാണെന്ന് പറയാനും കേൾക്കാനുമാണ് നിനക്കിഷ്ടം. പക്ഷെ സത്യം അതല്ലല്ലോ. അത് അന്വേഷിച്ചു പോയി പുള്ളി എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അത് അന്വേഷിച്ച് പോയെടുത്താണ് നിനക്ക് വേദന വന്നതും നീ ഭയങ്കരമായിട്ട് അതും വെച്ചുകൊണ്ട് തള്ളുന്നതും.
പിന്നെ അയാളുടെ, അതായത് പോപ്പോ ഏതോ ഒരാൾ അച്ഛനോ എങ്ങാണ്ട് എന്തോ കുഴപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതിനെപ്പറ്റിയൊന്നും എനിക്ക് അഭിപ്രായമില്ല. അതിന് സത്യമാണോ അല്ലയെന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത കാര്യം നമ്മൾ പറയണ്ടല്ലോ. എനിക്ക് അതിനെപ്പറ്റി യാതൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ആ ഭാഗം ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. പക്ഷേ ഇവനോട് ദേഷ്യം തോന്നാൻ ഉള്ള കാരണം, അതിനോട് ദേഷ്യം തോന്നാനുള്ള കാരണം, ഞാലിയാംകുഴി വരെ അവൻ സഞ്ചരിക്കുമെന്ന് ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവിടെ പോയി ഡീറ്റെയിൽസ് എടുക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒത്തിരി പേരുടെ വോയിസ് കിട്ടിയിരുന്നു, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവരും അത് ഗ്രൂപ്പോടെ എടുത്തു, ചെറിയായിട്ടും ചെയ്തു. ഇതെന്തുകൊണ്ട് ചെയ്യേണ്ടി വന്നെന്ന് പറഞ്ഞാൽ, പറഞ്ഞാൽ കേൾക്കാതെ വീണ്ടും 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 ഇൻ്റർവ്യൂ കൊടുക്കുക, അതിനകത്ത് കിടന്ന് വലിയ പുണ്യാളത്തി ചമയുക, എന്നിട്ട് കണ്ട തൊട്ടിത്തരം അത്രയും കാണിക്കുക. ആ ചേട്ടത്തിക്കാരി കൂടി നിൽക്കുന്ന ചേട്ടത്തിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അറിയത്തില്ലേ? അനിയത്തി കാണിക്കുന്ന തെണ്ടിത്തരമാണെന്ന് മനസ്സിലാവുന്നില്ലേ? എന്നിട്ട് പോലീസുകാരെ തെറി വിളിക്കുന്ന, പോലീസുകാർക്ക് ഇത് എടുക്കാൻ പറ്റത്തില്ല. ഈ കേസ് പോലീസ് എടുക്കത്തില്ല. കാരണം ഇത് തന്നെയാണ്, ഇത് എടുക്കാൻ പറ്റുന്ന കേസല്ല എന്നുള്ളതാണ്. ബാക്കി കാരണം നമ്മൾ നിയമത്തെ പഠിക്കാനൊന്നും കണ്ടില്ല. ഞങ്ങൾ ഇത് ഓൺലൈനായിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത്, അത് DGP ഓഫീസിൽ വന്ന് അത് ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യുമായിരുന്നു. ഇവര് പറയാനുള്ള കാര്യം കൂടെ അവനിടുവാണ്. ഇതന്നെ ഞങ്ങൾ എന്താണ് ചെയ്തത്? അതിന് മാത്രം എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ കാപ്പ കുത്തിയ പ്രതിയാണോ? അല്ല, ഞാൻ കാപ്പ കുത്തിയ പ്രതിയാണോ? ഞാൻ എന്നെ ഇട്ടി ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സമൂഹത്തോട് ചോദിക്കുന്നത്. നെഗറ്റീവ് കമന്റ്സ് ഒക്കെ പോകാൻ പറയാം. അതൊക്കെ ചുമ്മാ, അതൊന്നും നമുക്ക് വിഷയമല്ല. കമന്റ്സ് അല്ല ഇത് വിഷയം. നെഗറ്റീവ് കമന്റ്സ് വിഷയമാണ്. ഒരു പേജിലേക്ക് നമ്മളുടെ ഒരു സംഗതി പോകുന്നു, അതിൽ ഫുൾ നെഗറ്റീവ് ആണെങ്കിൽ ശ്രദ്ധിക്കണം. ഇത് ഫുള്ള് നെഗറ്റീവ്. കഴിഞ്ഞ 2 വർഷം മുഴുക നിനക്ക് നെഗറ്റീവ് കമൻസ് മാത്രമാണ് വരുന്നത്. എല്ലാം മിക്കവാറുമുള്ള വീഡിയോസ്, അതിപ്പം ഫേസ്ബുക്ക് ഇപ്പം മിക്കവാറും അങ്ങനെ തന്നെയാണ്. കുറച്ച് ഓൾഡ് ടീംസ് ഇരിക്കുന്നത് കൊണ്ട് അതങ്ങനെ തന്നെയാണ്, കൂടുതൽ നെഗറ്റീവ് ഒക്കെയാണ് വരുന്നത്. ന്യൂജൻ കുട്ടികൾ നിനക്ക് നെഗറ്റീവ് ഇടുന്നെങ്കിൽ അതിനകത്ത് എന്താ? ഈ ഇൻസ്റ്റാഗ്രാം എടുത്തു നോക്കുക, നെഗറ്റീവ് മാത്രമേ ഉള്ളൂ അതിനകത്ത്. യൂട്യൂബ് പിന്നെ പറയണ്ട. ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ട്. അതായത് ഒരു ജനറേഷന് നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതാണ് ഞാൻ ഓരോ സിസ്റ്റമായിട്ട് പറഞ്ഞത്. ഇൻസ്റ്റ ആയിരുന്നാലും യൂട്യൂബ് ആയിരുന്നാലും ഫേസ്ബുക്ക് ആയിരുന്നാലും ഒക്കെ തന്നെ എല്ലായിടത്തും നെഗറ്റീവ് കമൻറ്റാണ് നിനക്ക് വരുന്നത്. അത് നീ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കണം. നിൻ്റെ അടുത്ത് ആരാ പറഞ്ഞത്? എടോ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരു ഫെയിമിൽ നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട നെഗറ്റീവ് കമൻസ് കൂടെ തന്നെയാണ്. പോസിറ്റീവ് പറയുന്നവർ മാത്രം മതി, നെഗറ്റീവ് പറയുന്നവരും കേൾക്കണം. ചുമ്മാ ഇട്ട് എന്റെ മുൻ ഭർത്താവ് ഏതോ ഒരാളുടെ ഫോട്ടോ ഇട്ടത് എനിക്കറിയത്തില്ല. എന്റെ സമാനം എനിക്കറിയത്തില്ല. ഈ പറയുന്ന ആരോപണത്തിൽപ്പെടുന്ന ആൾക്ക് സംസാരിക്കാൻ, ഈ ഒരു ബന്ധപ്പെട്ട് സംസാരിക്കാൻ താല്പര്യം, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. എന്റെ സുധിച്ചേട്ടൻ സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ലേ ആ സ്റ്റാർ മാജിക്കിൽ ആദ്യമായിട്ട് വന്നപ്പോൾ അദ്ദേഹം ഇൻട്രോ ചെയ്തത്. അത് എല്ലാവർക്കും അറിയാമല്ലേ. പിന്നെ ഈ ആൾക്ക് പോലും സംസാരിക്കാൻ, പിന്നെ ആർക്കാണ് ഇത് കുത്തിപ്പൊക്കണം? അത് കുത്തിപ്പൊക്കട്ടെ, ഇതൊന്നും തെറ്റൊന്നുമല്ലല്ലോ. ഞാൻ സമ്മതിക്കുന്നുണ്ടല്ലോ, മീഡിയാസിന് വേണ്ടി ഞാൻ സമ്മതിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ലൈഫ് ഉണ്ടെങ്കിൽ സുധിച്ചേട്ടൻ അറിയാവുന്ന ലൈഫാണ്. പിന്നെ ഇതിനകത്ത് ഈ കുത്തിപ്പൊക്കുന്ന കാര്യമല്ലേ ഇവർക്ക്? എനിക്കറിയത്തില്ല. സുധിച്ചേട്ടൻ മോനും ഞങ്ങൾക്കൊക്കെ അറിയാത്ത കാര്യം തന്നെ. പിന്നെ കുത്തി ഇതിന് മാത്രം ഞാൻ എന്റെ കാപ്പ കുത്തിയ പ്രതിയാണോ ഞാൻ ഈ പറഞ്ഞത്? കാപ്പക്കുത്തി പ്രതി ആയതുകൊണ്ടല്ല രേണു, ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾ അയാളുടെ ആദ്യത്തെ ഭാര്യയെ പറഞ്ഞില്ലേ? നിങ്ങളെന്താ രണ്ടാമത്തെ ഭാര്യയെ പറയാതിരുന്നേ? പറഞ്ഞില്ലെങ്കിൽ വേണ്ട. ആദ്യത്തെ ഭാര്യയെ പറ്റി എന്തിനാ മോശം പറഞ്ഞേ? നീ ഭയങ്കര പതിവ്രതയും ബാക്കിയുള്ളവരെല്ലാം കുഴപ്പമൊന്നുമല്ല നീ പറഞ്ഞത്. അപ്പോഴാണ് ആളുകൾ പറയണത് ആദ്യത്തെ ഭാര്യയ്ക്ക് മാത്രമല്ല നിനക്കും അങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ എന്താ നോവുന്നേ? ആദ്യത്തെ ഭാര്യയുടെ കുടുംബക്കാർക്ക് പ്രശ്നം വരത്തില്ലേ? അവർക്കും വിഷമം വരും. അപ്പം നമ്മൾ ചെയ്ത ചെയ്തതിൻ്റെ കർമ്മഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. നീ പറഞ്ഞെങ്കിൽ പോലും നീ എങ്ങനെയാ പറഞ്ഞ? പറ്റൂല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്താ? അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്കിഷ്ടമില്ല. നീ ഒഴിഞ്ഞു മാറി നല്ല വഴിഞ്ഞൊഴിഞ്ഞ് ഉരുണ്ട് പോയ കള്ളിയാണ്. അതുകൊണ്ടാണ് അവർക്കത് പറയേണ്ടി വന്നത്. ഈ പോലെ നടക്കാൻ വേണ്ടിട്ട് CBI പോലെ ഇപ്പൊ ഒരു പരാതി എളുപ്പം കണ്ടില്ല. ഞങ്ങൾ ഇവിടെ സ്റ്റേഷൻ ചെല്ലുമ്പോൾ ഞങ്ങൾ ചാടിക്കുവാണ്, ദേഷ്യപ്പെടുവാണ്. ഞങ്ങൾ എടുത്ത് നല്ല രീതിയിൽ ദേഷ്യപ്പെട്ട് ഞങ്ങൾ എടുത്തു. അതിൽ ചെയ്ത തെറ്റല്ലെന്ന് അവർ പറയും. അവർ തെറ്റല്ലെന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് ഞാൻ അറിയണം. ഒരു പെണ്ണുങ്ങൾക്ക് നീതി, ഒരു പെണ്ണ് കൊടുത്ത പരാതിക്ക് നീതി, അവർ ചെയ്ത തെറ്റല്ലെന്നാണ് പറയുന്നത്. അവരങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് ഒരു കെട്ട് പരാതിയാണ് കൊടുത്തേക്കുന്നത്? ആ വീഡിയോ മുഴുവൻ നിങ്ങൾക്കറിയില്ല, ഹെഡിങ് വന്ന എന്നാത്തിയാണ് ഹെഡിങ്. ആ ഹെഡിങ് വെച്ചിട്ടാണ് പരാതി കൊടുത്തത്. എന്നിട്ട് അത് തെറ്റല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് നീതി പിന്നെ എവിടെ കിട്ടും? ഞങ്ങൾ നേരിട്ട് വിളിച്ചിട്ടില്ലേ? ഇവിടെ വിളിച്ചിട്ടില്ല. ഞാൻ വിളിച്ചായിരുന്നു. ഇന്ന് വരാം, ഇന്ന് അതിൽ എടുത്ത് ഞങ്ങൾ ഇവിടെ വന്നോന്ന് പറഞ്ഞു. ഞങ്ങൾ ലീവ് എടുത്താലും ഇന്ന് വരുമെന്ന് പറഞ്ഞാൽ ലീവ് എടുത്ത് വന്നു. പകുതി വഴിയായിട്ട് സാറുമാരായിട്ട് വിളിച്ചിട്ട് അതിൽ വരത്തില്ല, അതിന് വരാൻ പറ്റില്ല, അതിൽ വക്കീലിനെ കൊണ്ട് വിളിച്ചിട്ടുണ്ട്, വരാൻ പറ്റത്തില്ലെന്ന്. പിന്നെ ഞങ്ങൾ ഇവിടെ ചെന്നപ്പോൾ സാർ പറഞ്ഞത് ഇവിടെ ഇത് പറ്റത്തില്ല, ചാടിക്ക് വരണം. ഞങ്ങൾ ദേഷിക്കുവാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. മര്യാദയ്ക്ക് സംസാരിക്കണം. ഞങ്ങളെടുത്ത് ഞങ്ങളല്ലേ പരാതിക്കാർ? നിങ്ങൾ പറ, ഞങ്ങൾ പരാതിക്കാരാണ്. മര്യാദയ്ക്ക് സംസാരിക്കണം. അല്ലെങ്കിൽ ഇവർ ഞങ്ങൾക്ക് മാനസികമായ കാരണം എന്നാണ് ഇവർ വ്യക്തം. അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അതെനിക്കറിയണം. അത് ഈ മാനസിക പരിഗണന വിലയില്ലെന്ന്. അതുപോലെ പട്ടിക്ക് വിലയില്ലെന്നുള്ളത് അതിന് അറിയത്തില്ല. ഒരു പട്ടിയെ ചെന്നോ എന്തെങ്കിലും ചെയ്യുന്നു നോക്കട്ടെ, അന്നേരം അറിയാം പട്ടിക്ക് വിലയുണ്ടോ ഇല്ലെന്നുള്ളത്. ഇവനോട് ഇവൻ ഈ CBI പോലെ ഞങ്ങളുടെ നാട്ടിൽ വന്ന് അന്വേഷിക്കും. ഇവൻ ആരാണ് അധികാരം കൊടുത്തത്? CBI ആണ് ഇവൻ അന്വേഷിക്കാൻ. ഇവൻ എന്നെ പറ്റി അന്വേഷിക്കാൻ ഇവൻ ആര് അധികാരം കൊടുത്തു? കുറെ പെണ്ണുങ്ങൾ കുറെ വോയിസ് ഇട്ടിട്ടുണ്ട്. ഇവന് വിളിച്ചോണ്ട് അതൊക്കെ ആരും എനിക്കറിയത്തില്ല. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ അത് സുധിച്ചേട്ടൻ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആഫ്റ്റർ ഡെലിവറിക്കാണ് പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്. അതൊരു അസുഖമല്ല, അതൊരു അവസ്ഥയാണ്. മിക്ക സ്ത്രീകൾക്കും അങ്ങനെ ഉണ്ടാകാറുണ്ട്. ഡെലിവറി കഴിഞ്ഞ് ചിലപ്പോൾ 3 മാസത്തേക്ക് അങ്ങനെ നിൽക്കും, ചിലപ്പോൾ 6 മാസം. അതും കഴിഞ്ഞത് മാറിയില്ലെന്നുണ്ടെങ്കിൽ അവർ മാനസികമായി രോഗിയായി തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ആഫ്റ്റർ ഡെലിവറിയിൽ അങ്ങനെ ചെറിയൊരു ഡിപ്രഷൻ ഉണ്ടായിരുന്നു. അത് 3 മാസം കൊണ്ട് അത് മരുന്ന് കഴിച്ചത് മാറുകയും ചെയ്തു. അല്ലാതെ അതൊരു മാനസിക രോഗമല്ല. അത് മിക്ക സ്ത്രീകൾ അത് സത്യം
പ്രസവേശം ഒന്നും എനിക്ക് നേരെ കിട്ടില്ല. കാരണം കുഞ്ഞ് ന്യൂമോണിയ കൂടിയിട്ട് ഹോസ്പിറ്റൽ ഇവിടെ തിരുവല്ല സാഹിബിന്റെ ആശുപത്രി എന്നെ കുഞ്ഞിനെ മാത്രമേ ഐസിയിൽ കയറ്റത്തുള്ളായിരുന്നു. സൂചന ആരും ഇല്ലായിരുന്നു. അപ്പൊ അവിടെ കിടന്ന് എനിക്ക് ഉറക്കമില്ലാതെ ടെൻഷൻ അടിച്ച് ഒരു നേരം ഉറക്കമില്ലായ്മ വന്നതാണ്. ഇതാണ് ഈ സംഭവം. അല്ലാതെ എനിക്ക് മാനസിക ഞാൻ എന്നെ വെല്ലുവിളിച്ചല്ലോ. നിങ്ങൾ ഈ പറഞ്ഞവരെ വെല്ലുവിളിച്ചല്ലോ. ഏത് സൈക്കാട്രിസ്റ്റ് എന്റെ മുന്നിൽ കൊണ്ടുവന്നവർ പക്ഷേ എനിക്ക് മാനസിക കൊണ്ടുവന്ന് അവർ തീരുമാനിക്കട്ടെ. ഞാൻ പറഞ്ഞു ഞാൻ എന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കിടന്ന് ഏതെങ്കിലും ആൾക്കാർ എന്നെ ചികിത്സിച്ചാൽ ഡോക്ടർമാർ ചികിത്സ എനിക്ക് ഷോക്കെങ്കിലും തരട്ടെ. ഈ മാനസിക ചികിത്സ എനിക്ക് ഷോക്കെങ്കിലും തരാം. എന്നിട്ട് പോയി നമ്മൾ അത് നിയമപരമായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. പക്ഷേ നമുക്ക് നീതി ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് ഞങ്ങൾ പറയാൻ ഇവിടെ സംഭവിക്കുന്നത്. ഇത് തെറ്റിദ്ധാരണാജനകമായ ഒരു കാര്യമാണ് ഇവർ പറയുന്നത്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ആക്ഷൻ ഉണ്ടായില്ല എന്ന് നിയമവശമാണ് പറയുന്നത്. ഇങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസിന് എടുക്കാനുള്ള അധികാരമില്ല. ഇത്തരം കേസുകൾ എടുക്കരുത് എന്ന ഒരു സർക്കുലർ ഉണ്ട് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഇത് കോടതി മുഖാന്തരം തന്നെ പരാതി കൊടുത്താലേ കേസ് എടുക്കുകയുള്ളൂ. അതിനെതിരെ കേസെടുക്കും. കാരണം ഇവർക്ക് മാനസിക പ്രയാസം ഉണ്ടായി എന്നുള്ളതിന് തെളിവുകളുണ്ട്. മാത്രവുമല്ല ഏതോ ഒരു ബിഷപ്പിന്റെ പേരൊക്കെ വെച്ച് പറയുന്നുണ്ടല്ലോ. അപ്പം അതും പിന്നെ ഈ സ്ത്രീ പറയുന്നത് പോലെ ഇവർ ഫോണിൽ സംസാരിച്ചു എന്നൊക്കെ പറയണം. ഈ വിഷയങ്ങളൊക്കെ തന്നെ കോടതി പരിഗണിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. കേസെടുക്കാൻ പറ്റും. കോടതി മുഖാന്തരമേ പറ്റുള്ളൂ, പോലീസ് സ്റ്റേഷനിൽ എടുക്കത്തില്ല. പിന്നെ അതിൽ പറഞ്ഞത് ശരിയാണ് എന്ന് ഏതെങ്കിലും പോലീസുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം അവർക്ക് പരാതി ഉള്ളിടത്ത് പരാതിക്കാരെ ആ പരിഗണന കൊടുക്കേണ്ടതായിരുന്നു. അത് ചെയ്യാതിരുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷെ അത് അങ്ങനെ ഒരു അവസ്ഥ അവരെ കൊണ്ട് ചെയ്യിച്ചത് ഇവരാണ്. കാരണം അതിൽ തിരുവനന്തപുരം എനിക്കൊന്ന് വിഴിഞ്ഞു അങ്ങാണ്ടാണ്. അത്രയും ദൂരത്തു നിന്നാണ് ഈ കോട്ടയത്തേക്ക് വന്നത്. 4 മണിക്കൂർ ട്രാവൽ തന്നെയുണ്ട്. ഫിസിക്കലി ഫിറ്റ് അല്ലാത്തവർ ഈ പൊതു വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ബുദ്ധിമുട്ടാണ്. പ്രൈവറ്റ് കാറിലായിരിക്കും വരിക. എങ്ങനെയായാലും നല്ലൊരു എമൗണ്ട് പെട്രോളിന് പോയിട്ടുണ്ടാവും. ഒരു ദിവസം അവൻ നഷ്ടപ്പെടുമ്പോൾ അവൻ ഒരു വരുമാന മാർഗമായി ഉദ്ദേശിച്ചിരിക്കുന്നത് യൂട്യൂബാണ്. ആ വീഡിയോസ് ഇടാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അങ്ങനെ അവന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടും അവൻ വന്ന് അവൻ സംസാരിച്ചു. കാര്യകാരണ സഹിതം അവൻ എവിടെ നിന്നാണ് ഇതിൻ്റെ സോഴ്സ് എന്ന് കാണിച്ചു കൊടുത്തിരിക്കുന്നു. പോലീസ് കൺവിൻസിങ് ആയി. അതുകൊണ്ടാണ് കേസെടുക്കാത്തത്. ആ കാര്യം പറഞ്ഞിട്ടുണ്ടാവും. എന്തുകൊണ്ട് എടുക്കുന്നില്ല? ഇത്രയധികം കെട്ടുകണക്കിന് കൊണ്ട് കൊടുത്ത് എന്താ എടുക്കാത്തതെന്ന് വെച്ചാൽ അവർക്ക് എടുക്കാൻ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ നിയമം. ഇനി ഇവർക്ക് SP ഒരു പരാതി കൊടുക്കാം. SP കേസ് എടുക്കത്തില്ല. കാരണം ഇതെടുക്കാനുള്ള വകുപ്പില്ല. പക്ഷേ കോടതി മുഖാന്തരം കൊടുത്താൽ കേസ് എടുക്കുക മാത്രമല്ല ഈ പറഞ്ഞ രീതിയിൽ തമ്പിടുന്നതിന് അതുലിനെതിരെ ഒരു പണിഷ്മെന്റ് കിട്ടും. എന്തെങ്കിലും ഒരു ഫൈനോ മറ്റോ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പം ഞാൻ നിരന്തരം ഇതിന്റെ പിറകെ പോകുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രേണുവിന് പരാതി ഉണ്ടെങ്കിൽ കോടതി മുഖാന്തരമാണ് കൊടുക്കേണ്ടത്, അല്ലാതെ ഇങ്ങനെയല്ല. ഇവിടെ കിടന്ന് ചാടിയിട്ടും തുള്ളിയിട്ടും ഒന്നും കാര്യമില്ല. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു, ഒരു ഫൈനോ മറ്റോ കൊടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ മെനക്കെടാൻ പോകണ്ട. നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കേൾക്കേണ്ടി വരുന്നത്. നിങ്ങൾ ടാബ്ലറ്റ് കഴിച്ചിരുന്നു. നിങ്ങൾ ആദ്യം പറഞ്ഞു അത് ടാബ്ലറ്റ് എന്തോന്നാ പിന്നെ ഇംഗ്ലീഷ് മെഡിസിൻ അല്ല മറ്റെന്തോ മെഡിസിൻ ആണെന്ന് പറഞ്ഞു. അത് തന്നെ കള്ളം. നിങ്ങൾ കള്ളം പറയുമ്പോൾ അവർ സത്യമാക്കാൻ അത് മനസ്സിലായ സ്ഥിതിക്ക് അവരതിൻ്റെ കൃത്യമായ സാധനം കൊണ്ടുവന്ന് ഇടും. അത് നിങ്ങളുടെ കയ്യിലെ കുഴപ്പമാണ്. നിങ്ങളിതിനെ ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ 2ാമത് വിവാഹം കഴിച്ചതാണ് സുധിയെ എന്ന് ചോദിക്കുമ്പോൾ അതെ എൻ്റെ 2ാം വിവാഹം തന്നെയാണ്, എന്താ കുഴപ്പം എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഈ ഒരു ബഹളത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ 2ാമത് വിവാഹം കഴിച്ചത് തന്നെയല്ലേ. പിന്നെ രേണുവിൻ്റെ ഹസ്ബൻഡായിരുന്ന സുധിയുടെ ആദ്യ ഭാര്യയുടെ കാര്യം ചോദിക്കുമ്പോൾ എനിക്കതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ലെന്ന് പറയണം. ഇപ്പോൾ സുധിയുടെ വിഷയത്തിലാണ് നിങ്ങൾ ഫേമസ് ആയത്. നിങ്ങളെ കൊണ്ടുവച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്നവർ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങളുടെ പേഴ്സണൽ ലൈഫാണ്, അതായത് നിങ്ങളുടെ ആദ്യത്തെ വിവാഹം. അപ്പം നിങ്ങൾ എന്താ മറുപടി പറയണേ? എനിക്കത് പറയാൻ താല്പര്യമില്ല. അതേ കാര്യം സുധിയുടെ ആദ്യത്തെ ഭാര്യയുടെ കാര്യത്തിൽ പറയാൻ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? പറയാൻ എന്താ ബുദ്ധിമുട്ട്? ഇനി 2ാമത് സുധിയുടെ ഒരു ഭാര്യ ഉണ്ടെന്നും അവർ ഇതുപോലെ പറയുന്നുണ്ടല്ലോ, അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് ചോദിക്കുമ്പോൾ എനിക്കതിനെപ്പറ്റി അറിയില്ലെന്ന് പറയണം. അതിന് പകരം അങ്ങനെ ഒരാളില്ല, എൻ്റെ സർട്ടിഫിക്കറ്റ് ഇതാ, എൻ്റെ സർട്ടിഫിക്കറ്റ് അതാ. ഇതൊക്കെ നിങ്ങൾ കാണിക്കുന്ന പ്രഹസനത്തിൻ്റെ പരിണിത ഫലമാണ് നിങ്ങൾ ഈ അനുഭവിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് അത് കാണിക്കേണ്ട കാര്യം എന്താ? സുധി തന്നെ നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങൾ ഭാര്യയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സുധി തന്നെ അയാളുടെ ആദ്യത്തെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. നിങ്ങൾ എന്തിനാ സർട്ടിഫിക്കറ്റ് പൊക്കി കാണിക്കാൻ വന്നത്? ആ സർട്ടിഫിക്കറ്റ് വാലിഡ് അല്ല എന്ന് കണ്ടെത്താൻ അവർക്ക് എത്ര നേരം വേണം? നമ്മൾ ഒരാളെ വെല്ലുവിളിക്കുക പോകുമ്പോഴാണ് അവർ കൂടുതൽ പ്രൊവോക്ക് ആവുന്നത്. നമ്മളുടെ കയ്യിലുള്ള മൈന്യൂട്ട് സാധനം എടുത്ത് അവർ പബ്ലിഷ് ചെയ്യും. എന്തിനതിന് പോയി? ഇപ്പോൾ അതിലത് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ആ സർട്ടിഫിക്കറ്റ് വാലിഡ് അല്ല എന്നുള്ളത് തെളിയിക്കാൻ അവർ പോകും. കാരണം അവർ പറഞ്ഞത് സത്യമാണെന്ന് അവർക്ക് ബോധ്യമുള്ളിടത്ത് ആ സത്യത്തിനെ നിങ്ങൾ വെല്ലുവിളിക്കുമ്പോൾ അത് സത്യമാണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി അവർ ബാക്കിയുള്ള ഡീറ്റെയിൽ കൊണ്ടുവയ്ക്കും. അത് പരാതിയായിട്ട് പറയരുത്. നിങ്ങൾ ഇത്രയും ദൂരം അവനെ നടത്തി കഴിഞ്ഞാൽ അവന് കംപ്ലൈൻറ്റ് കൊടുക്കാം. 2ാമത് അവനെ വിളിക്കാൻ പോലീസുകാർക്ക് പറ്റില്ല. കാരണം അവർ വിറ്റ്നസ് ആയ ഒരു കാര്യമാണ് അവൻ ഫിസിക്കലി ചലഞ്ചുള്ളൊരു ആളാണെന്ന്. അപ്പം പോലീസ് പിന്നെ വിളിച്ചാൽ പോലീസിന് സർക്കുലർ ഉണ്ട്, അങ്ങനെയുള്ളവരടുത്ത് അങ്ങനെ പെരുമാറാൻ പാടുള്ളൂ. മൊഴി എടുക്കാനാണെങ്കിൽ ഓൺലൈൻ എടുക്കണമെന്ന് ഇപ്പം നിയമമുണ്ട്. കൊറോണയോടുകൂടി വന്ന ഒരു നിയമമാണത്. ഓൺലൈൻ ത്രൂ ദൂരമുള്ളവർ വരണ്ട, ഓൺലൈൻ ത്രൂ നിങ്ങൾക്ക് മൊഴി എടുക്കാമെന്നുണ്ട്. ഇനി അതൊന്നും പോരെങ്കിൽ അതത് പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കണം ഫിസിക്കൽ ഇഷ്യൂ ഉള്ളവർക്ക്.
വിളിച്ചു വരുത്താൻ നിയമമില്ല. അപ്പോൾ നിയമം മനസ്സിലാക്കുകയാണ് വേണ്ട. തുള്ളിയിട്ടും തുള്ളി കുതിച്ചിട്ടും ഒന്നും കാര്യമില്ല. രേണു മുഴുക്ക ഫേക്കായിട്ടാണ് കളിക്കുന്ന മുഴുക്ക. പിന്നെ പബ്ലിക് ന്യൂസൻസ് ആയിട്ടൊരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതായത് റോഡിൽ നിന്നുകൊണ്ട് ഡാൻസ് കളിക്കാൻ പറ്റും. ഇതൊക്കെ രേണുവിനൊക്കെ ആയിരിക്കാം. ഈ വീഡിയോയും കണ്ടന്റും ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് പ്രശ്നമുള്ള കാര്യമാണ്. അതവർ ചൂണ്ടിക്കാണിക്കുക. അത് അവരുടെ ജോലിയാണ്. രേണുവിന് ഈ തുള്ളിക്കളിക്കലും ഈ ബഹളവും ഒക്കെ ജോലിയാണെങ്കിൽ മറ്റത് അവരുടെ ജോലിയാണ്. രേണുവിൻ്റെ വീട്ടിൽ നടന്ന ഫംഗ്ഷനിൽ ഒരാൾ ഡാൻസ് കളിക്കുന്ന കുറ്റമല്ല. പക്ഷേ അത് രേണുവിൻ്റെ ഭർത്താവ് മരിച്ച ദിവസം അതിനെ ആ ഓർമ്മ ദിവസം കാണിച്ചത് തെറ്റാണ്. ഇത് തെറ്റാണെന്ന് പറയുമ്പോൾ രേണുവിന് വേദനിച്ചിട്ട് കാര്യമുണ്ടോ? രേണുവിൻ്റെ ചിന്താധാരയിൽ ഭർത്താവ് മരിച്ചത് സന്തോഷമുള്ള കാര്യമായിരിക്കും. അതുകൊണ്ടായിരിക്കും അന്നേ ദിവസം ഒരാളെ വിളിച്ചു വരുത്തി ഡാൻസ് കളിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത് രേണുവിന് സന്തോഷമായിരിക്കാം. പക്ഷെ സുധിയെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് വേദനിക്കുന്ന ഒരു ഓർമ്മയാണ്. ആ ദിവസം ഡാൻസ് കളിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പം അത് പറയും. പിന്നെ മതത്തിൻ്റെ കാര്യം, സുധിയുടെ വീട്ടുകാർക്ക് ആ വിഷമം ഉണ്ടാവില്ലേ? സുധിയുടെ അച്ഛനും അമ്മയും ഇന്ന് ഹിന്ദുക്കളല്ലേ? അവർക്കത് വിഷമമുള്ള കാര്യമായിരിക്കും. അത് രേണു ചിന്തിച്ചിട്ടുണ്ടോ? രേണുവിന് അതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം പറയണമെന്നുണ്ടോ? ഇതെൻ്റെ അഭിപ്രായമല്ല. അദ്ദേഹം മരണത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഇവിടെ കൊണ്ടിടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി, നിങ്ങളുടെ കയ്യിൽ അതിനുള്ള തെളിവുണ്ടോ? ഇല്ലെങ്കിൽ അത് കുറ്റമാണ്. അയാളുടെ മതവിശ്വാസത്തിൽ അയാളുടെ മതവിശ്വാസ അടിസ്ഥാനത്തിൽ അടക്കം ചെയ്യപ്പെടുക എന്നുള്ള അയാളുടെ റൈറ്റ്സ് പെടും. ആ അച്ഛനും അമ്മയും പരാതി പറഞ്ഞില്ലല്ലോ, അപ്പം അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു എന്നാണ് അർത്ഥം. ഇതൊക്കെ അങ്ങനെ പറയാൻ പഠിക്കണം. നിങ്ങൾ നിൽക്കുന്ന ഫീൽഡിനനുസരിച്ച് നിങ്ങൾ സംസാരിക്കാൻ പഠിച്ചേ മതിയാവും. ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു മാർക്കറ്റിലേക്ക് പോകുന്നു, അവിടെ ഉള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബാർഗെയിനിങ് നടത്തും, ചില അലശണ്ടകൾ വരും, ചില സംസാരങ്ങൾ വരും. അത്തരം സംസാര രീതി നമ്മളൊരു പാർലമെൻറ്റിൽ പോകുമ്പോൾ പറ്റത്തില്ല. അപ്പോൾ വ്യത്യാസങ്ങളുണ്ട്. നിങ്ങളൊരു നിലയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ആ ഉയർച്ചയിൽ നാവും കൂടെ വളരണം, അല്ലെങ്കിൽ ആ ഉയർച്ച അതിഭീകരമായി താഴ്ചയിലേക്ക് എത്തും എന്നുള്ളതാണ് വസ്തുത. വിഷയം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ നമ്മളെ ആർക്കും അപമാനിക്കാം, ഏത് രീതിയിലും പറയാം എന്നുള്ള ധാരണ തിരുത്തുക നടക്കില്ല. പിന്നെ പലരും പല യൂട്യൂബേഴ്സും എടുത്തു വെച്ചിട്ട് പറഞ്ഞു അബ്യൂസീവ് ലാംഗ്വേജ് ഉപയോഗിച്ചില്ല എന്ന് പറയുന്നത്. സോറി, അബ്യൂസീവ് ലാംഗ്വേജ് അല്ല കേസിന് ആധാരം. ഒരു വ്യക്തിയെ ഇപ്പോൾ ഞാൻ പറയാം, വളരെ നന്നായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഒരു വ്യക്തിയെ വളരെ നന്നായിട്ട് പറയുന്നു, അവർ 3-4 വിവാഹം കഴിച്ചിട്ടുണ്ടെന്നാണ് അറിവ്. അത് തെറ്റാണ്. അവരങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് കേസ് കൊടുക്കാം. ഞാൻ കഴിച്ചെങ്കിൽ തെളിവ് വയ്ക്കണം. അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഇത്ര പേര് കണ്ടു എന്ന സൂചന കൊടുത്താൽ തന്നെ കേസ് നിലനിൽക്കും. അപ്പോൾ അതുണ്ട്. അതാണ് ജസ്ന സലീമിനെ പോലുള്ളവർക്ക് ഇപ്പോൾ പ്രശ്നം നേരിടുന്നത്. അങ്ങനെ എന്തും പറഞ്ഞു കളയാൻ പറ്റത്തില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തും പറയാനുള്ള ഒരു മീഡിയമല്ല. അത് മനസ്സിലാക്കുക. പിന്നെ ഇപ്പോൾ ഇത് നീയാണോ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ട് അടിക്കുക എന്നുള്ളത് സാമൂഹ്യ നീതിയാണ്. ആ നീതി ഇവിടുന്ന് ഉണ്ടാവും. ഇങ്ങോട്ട് 10 പറയുമ്പോൾ അങ്ങോട്ട് 9 അല്ല 9:30 9:45 പറയും. അത് നീതിയാണ്. ആ 9:45 പറയുന്നുള്ളൂ, 10 പറയുന്നില്ല എന്നും കൂടെ ഓർത്തോണം. എനിവേ, ഈ വിഷയത്തിൽ എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇതാണ്. രേണു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പരാതിയുമായിട്ട് മുൻപോട്ട് പോവുക. പോലീസുകാരെ വെല്ലുവിളിക്കേണ്ടത് അവരുടെ ജോലിയാണ്. അതേപോലെ അതുൽ പറഞ്ഞതൊരു തെറ്റൊന്നുമല്ല, അതുലിനെ സപ്പോർട്ട് ചെയ്യുന്നതുമല്ല. അതുൽ മുൻപ് എനിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. ഫിസിക്കൽ ഇഷ്യൂസ് കണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൽ നിന്ന് പിന്മാറിയത്. അത് ഞാൻ അങ്ങ് ഫാസ്റ്റ് കോഡാക്കിയത് പടച്ചോൻ കൊടുക്കട്ടെ എന്നുള്ള രീതിയിലാണ്. അത് പടച്ചോൻ കൊടുക്കട്ടെ, അത് നമ്മളല്ലല്ലോ, ആ കോടതിയിൽ കൊടുക്കട്ടെ. ഞാൻ എൻ്റെ വസ്തു എന്തോ തട്ടിച്ച് വാങ്ങിയെന്ന് കണ്ടാണ് ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് വേണമെങ്കിൽ കോടതിയിൽ പോകാം. ഞാൻ പക്ഷേ മനസ്സിലാക്കിയ ഒരു കാര്യം, അവൻ കോടതിയിലൊരു മാപ്പങ്ങ് പറയും. എനിക്കങ്ങനെ ഒരു അബദ്ധം എന്നെ ഒരാൾ തെറ്റിദ്ധരിപ്പിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം അവിടെ തീർന്നു. അപ്പം അത്രയും സിമ്പിളായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറേ അധികം മെനക്കേട് 10-25,000 രൂപ വക്കീലിന് കൊടുക്കുന്നതും ഒക്കെ മെനക്കേടാണെന്ന് എനിക്ക് തോന്നി. അത് മാത്രമല്ല, സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കോടതിയും ബാക്കിയുള്ളതൊക്കെ നിസ്സാര കാര്യങ്ങൾക്ക് കൊണ്ടുപോയി കേസ് കൊടുക്കണ്ട എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. ഇതൊക്കെ വലിയ നൂലാമാലകളാണ് രേണു. നമുക്ക് തന്നടക്കമുണ്ടെങ്കിൽ നമ്മളെയും അതുപോലെ ആളുകൾ കൺസിഡർ ചെയ്യും. തന്നടക്കമില്ലാതെ ഒരുപോലെ ബഹളങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ചില കമൻറ്റുകളെ പറ്റി പറയാനാണ്. 1-2 ആൾ വന്നിട്ട് പാളീച്ച അങ്ങനെ എന്തോന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ മലയാളം അത്ര ഫെമിലിയർ അല്ല ഒന്നാമത്തെ കാര്യം. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ച സമയത്തും നമ്മൾ ജീവിച്ച സാഹചര്യവും ഒക്കെ ഒരുപാട് ലാംഗ്വേജുകളുമായി മിക്സപ്പായി ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. മാക്സിമം ഞാൻ ഇത് മലയാളത്തിൽ നിന്ന് ഒഴിവാക്കി ഇംഗ്ലീഷിനകത്ത് കുത്തിക്കയറ്റുന്നതിൻ്റെ റീസൺ, ചില വേർഡ്സ് നമ്മൾ പറയുമ്പോൾ തെറ്റിപ്പോകും. അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ പറഞ്ഞാലും ആളുകൾ പറയുന്നത് ഇംഗ്ലീഷ് കുത്തിക്കയറ്റണം, അതുകൊണ്ടാണ്. അതുകൊണ്ട് മാക്സിമം മലയാളം പറയാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ ചില പാളീച്ചകൾ വരും. ഇനിയിപ്പോൾ അത് തെറ്റാണെങ്കിൽ പാളിച്ചകൾ എങ്ങനെയായാലും അത് പ്രൊനൗൺസിയേഷൻ കംപ്ലൈൻ്റ് ആണ്. അത് മനസ്സിലാക്കുക. തെറ്റ് തിരുത്തിയതിൽ സന്തോഷമേ ഉള്ളൂ, സങ്കടമൊന്നുമില്ല, നല്ല കാര്യമാണ്. ഏത് ഈച്ചയായാലും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത് തന്നെ വലിയ സന്തോഷം. ഒരുപാട് വേർഡൊക്കെ വന്ന ആളുകൾ എഴുതിയിടുന്നുണ്ട്. എൻ്റെ പ്രോബ്ലം അതാണ്.
പല സമയത്തും ഞാൻ പറയുന്നത് തമിഴ് കലർന്ന മലയാളം ആകാറുണ്ട്. അതിൻ്റെ റീസൺ ഞാൻ ഒരുപാട് കാലം തമിഴ്നാട്ടിലായിരുന്നു, സെറ്റിൽഡ് ആകുന്നത് തമിഴ്നാട്ടിലായതുകൊണ്ടാണ്. പിന്നെ ഒരുപാട് വന്ന് ക്രിറ്റിസിസം പറഞ്ഞു, ഒരാൾ പറഞ്ഞതിനെ റിപ്പീറ്റ് എഴുതി വെക്കുമ്പോൾ പ്രത്യേകതരം ഒരു സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ ഐ ആം ദി സോറി എളിയ, എനിക്ക് മലയാളം അത്ര വശമില്ല, അതുകൊണ്ടാണ്. എൻ്റെ തെറ്റാണ്, എൻ്റെ പളിച്ചയാണ്. എന്ത് ഈച്ചയായാലും ആ ഈച്ച തന്നെയാണ്. നന്ദി, നല്ല നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം വീഡിയോ കാണാനായിട്ട്. താങ്ക് യു.